ബാലമാഷ വന്നേച്ചതാ അല്ലേ? വരൂ. മാസ്റ്ററുടെ അനിയത്തിയാണോ? ഇത്ര സുന്ദരിയായ ഒരു അനിയത്തിയുള്ള കാര്യം മാസ്റ്റർ പറഞ്ഞില്ലല്ലോ. എന്താ പേര്? എന്താ ചെവി കേൾക്കില്ലേ? അതോ നാവ് പോങ്ങില്ലേ? എന്താ കുട്ടി? നിൽക്കൂ കുട്ടി. അതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ഉഷക്കുട്ടി? അറിയാതെ ചോദിച്ചു പോയി. അതൊരു വലിയ അപരാധമാണ്. അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ഒറ്റ ഓട്ടം. തെറ്റെന്റേതാണ്. മാസ്റ്ററെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇതും പറയേണ്ടതായി. ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. ഇപ്പോഴത് സാധിച്ചല്ലോ. ഇരിക്കാം. പക്ഷെ അതിനു മുമ്പ് മിനിക്കുട്ടി എനിക്ക് മാപ്പ് തരുമോ എന്ന് അറിയണം. അവിടെ വന്നപ്പോ ഇവള് വല്ല കുസൃതിയും കാണിച്ചോ? എന്താ മോളെ? മിനുക്കുട്ടിക്ക് എന്നോട് ദേഷ്യമാണ്. അറിഞ്ഞുകൊണ്ട് മിനുക്കുട്ടിയെ കളിയാക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് ചീത്തയാണ്. എന്നെ ഇഷ്ടമാണോ? ജയിച്ചുകിടന്നു വരുന്നതു നമ്മുടെ രാമൻ നായർ തന്മകളോ. നമ്മുടെ തിരുവേനിയാ മോളെ. ഇവിടെ എവിടെയോ പറഞ്ഞു നിൽപ്പുണ്ട്. ഗാനം കെട്ടു പകച്ചതു നമ്മുടെ രാമൻ നായർ തന്നുടമകളോ. രാമൻ നായരെ കേൾക്കൂ മകളുടെ വിശേഷങ്ങൾ. സുന്ദരി അതിസുന്ദരി, പ്രായമോ നവയൗവനം, കണ്ണുകൾ പരൽമീനുകൾ, നോട്ടമോ പേടമാനുപോൽ. രാമൻ നായരുടെ മകളാണെന്ന് പറയില്ല കേട്ടോ. എന്താ നമ്പൂതിരി? ആരോടായ കുശലം? കലയും തലയും ശൂന്യമതാകിന കാര്യക്കാരൻ രാമൻ നായരെ സുന്ദരി സുസ്മിത തനയയുമായി യാത്ര തിരിക്കാനാഗതനായി. ഇപ്പൊ രചിച്ചത് എങ്ങനെയുണ്ട്? തന്റെ തല ഇനിത്തം ഭാഗ്യം ഞാൻ തന്നെ തല്ലും. ഉഷക്കുട്ടി പോകാനൊരുങ്ങുന്നു. ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. അതിന്റെ ഇടയിലെ തന്റെ പാട്ട് പോയി പൊട്ടിയേൽപ്പിക്കും. രാമനായക, എന്താ യാത്രയ്ക്ക് തയ്യാറായോ? ഇവൾക്ക് ദിനംപ്രതി വളർച്ചയാണോ? നോക്ക്, പട്ടണത്തിൽ ചെന്ന സൂക്ഷിച്ച് ജീവിക്കണം. നാട്ടുമ്പുറം പോലെയല്ല. നന്നായി വരും കുട്ടി, നന്നായി വരും. കൊണ്ടുപോകണം. പോകാൻ റെഡിയായിട്ടാണല്ലോ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇവിടെ കുസൃതി വല്ലതും കാണിച്ച അന്ന് ഞാൻ തിരിച്ചായി. രണ്ട് തല്ലും കൂടെ കൊടുത്തിങ്ങോട്ട് അടിയുണ്ട്. അവൾ നല്ല അടക്കും ഒതുക്കും ഉള്ളവളാ. ഒറ്റ കുസൃതിയും കാണിച്ചു. ആ കാര്യം കറിക്കൊള്ളു. ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങും. ആയിക്കോട്ടെ, വരുമോ? ഞാൻ പോട്ടേച്ചാ. ഞാൻ ശനിയാഴ്ച കാത്തിരിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് ഞാനിങ്ങെത്തും. ബാലൻ മാസ്റ്റർ കണ്ടില്ലല്ലോ. എന്താ, വരുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കാറേറ്റ് വിളിപ്പിക്കാം. വേണ്ടാച്ചാ. എന്താണാവോ ഇങ്ങനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മാഷയെ പറ്റി ഒരു വിചാരം വരാൻ കാരണം? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ ഉള്ളന്നേ. ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഈ ഫയലുമായിട്ടൊന്ന് പെരുമാറട്ടെ. അതെ, റിക്രിയേഷൻ ക്ലബ് എന്ന് പറഞ്ഞാലേ ഇത് സർക്കാർ ഓഫീസാ. അച്ഛനെ ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനങ്ങ് എത്തിക്കോളാം. ഓഹോ, താങ്ക് യു. ഓക്കെ. ലീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്തിനാ ഗോപാലൻ നായർ എപ്പോഴും ഇങ്ങനെ ലീവ് എടുക്കുന്നത്? ഇപ്പൊ ലീവ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ.
എന്ത് ചെയ്യാനാ സാറേ, വീട്ടിലെല്ലാരും കിടപ്പാ. ഭാര്യക്ക് ഇപ്പോഴും ഗർഭമുണ്ടോ? അയ്യോ ഇല്ല, കഴിഞ്ഞ പ്രസവത്തില് അവരതങ്ങ് എടുത്തോളാം. എടുത്തവർക്ക് പുണ്യം കിട്ടട്ടെ. അതെ, ഇപ്പൊ എത്രയായി കുട്ടികള്? 14. പക്ഷേ അവർക്ക് പേടിച്ച് നടക്കാൻ വയ്യ. താങ്ക് യു. ആ ഗതിയാക്കി. നേരെ അയ്യോ ഇത് വേണ്ട അല്ലേ? ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കണ്ണടച്ചങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു അരക്കുപ്പി വാങ്ങിച്ചങ്ങ് അടി, പേടിയൊക്കെ അങ്ങ് മാറും. അയ്യോ ഞാൻ കുടിക്കില്ലായിരിക്കും അല്ലേ? സാരമില്ല, പാവം. പോകുന്ന വഴിക്ക് 1 ലിറ്റർ പാല് വാങ്ങിച്ചു കഴിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എപ്പോ വന്നു? ഓ ഉത്തരവ്. ഓ ഉത്തരവ് അടിയൻ ഇതാ പുറപ്പെടുന്നു, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. യെസ് മാഡം. ഗോപി ഇരിക്കേ. അയ്യോ, അടിയൻ ഇവിടെ നിന്നോളാവേ. ഇത് ദിവാൻജിമാര് ഭരിച്ചിരുന്ന ഓഫീസാ. ഇവിടെ സീനിയേഴ്സിന്റെ മുമ്പ് ജൂനിയേഴ്സ് ഇരിക്കാൻ പാടില്ലെന്ന. എന്നാൽ സീനിയർ ആജ്ഞാപിക്കുന്നു, സിറ്റ് ഡൗൺ. താങ്ക് യു. യെസ്. ആ ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോളൂ. അത് മതി. ഇനി അടുത്ത ആജ്ഞ എന്താണാവോ? ഗോപിക്ക് ഗുരുജി അറിയാമല്ലോ അല്ലേ? എന്താ, ഡാൻസ് പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? നല്ലതാ, ഈ തടി ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. ഞാനതൊക്കെ പഠിച്ചു മറന്നതല്ലേ. നാട്ടിൽ നിന്നും ഞങ്ങളുടെ കാര്യസ്ഥന്റെ മകൾ എന്റെ കൂടെ പോന്നിട്ടുണ്ട്. അവളെ ഗുരുജിയുടെ അക്കാഡമിയിൽ ഒന്ന് ചേർക്കണം. എന്തിന്? ചില്ലറ ഡാൻസ് വല്ലതും മതിയെങ്കിൽ ഞാൻ ഏറ്റു. ചില്ലറ പോരാ, മൊത്തമായിട്ട് വേണം. എന്നാലോ? അപ്പൊ പിന്നെ ഗുരുജി തന്നെ ശരണം. ഗുരുജി തകർക്കുകയാണെന്ന് തോന്നുന്നു. ഏ കുട്ടി, ഇപ്പൊ ചോട് വെച്ച് നടക്കണ്ട, മര്യാദയ്ക്ക് മനുഷ്യരെ പോലെ നടന്നു വാ. നമസ്കാരം ഗുരുജി. ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഇതാരൊക്കെയാ? വരൂ 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 വരൂ, ഇരിക്കും ഇരിക്കും. പിന്നെന്തൊക്കെയാ? ഇദ്ദേഹത്തെ കുറിച്ച് അറിയാമല്ലോ. നല്ല കാര്യമായി. എന്താ ഇത്ര ദയവ് തോന്നാൻ? ഒരു അർജന്റ് കേസ്. ഈ പട്ടിക്കാട് മിസ്റ്റർ ഗോപി. ഓ ഐ എം സോറി, ഈ പെൺകുട്ടി മാഡത്തിന്റെ ഒരു ശിഷ്യ. ഇതിനെ ഗുരുജി ഒന്ന് ഏറ്റെടുത്ത്. അതിനെന്താ, എത്ര നാൾ പഠിച്ചു? 5 വർഷം. അപ്പോൾ എന്റെ ജോലി കുറഞ്ഞല്ലോ. വളരെ ടാലന്റഡ് ആണ് ഗുരുജി, വലിയ ഉത്സാഹവും. നമുക്ക് വേണ്ടത് ചെയ്യാം. എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ആഹാ, പറഞ്ഞത് മനസ്സിലായില്ലയോ? ഇതുവരെ പഠിച്ച ഡാൻസ് ഇപ്പൊ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ? ഇതുവരെ തനിച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാ എന്റെ കൂടെ വാ. ശനിയും ഞായറുമാ കാര്യമായിട്ട് ക്ലാസ് ഉണ്ടാന്ന് ഗുരുജി പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യാ? ചേച്ചി പൊയ്ക്കോളൂ. അച്ഛനെ കണ്ടാൽ എനിക്ക് സുഖമാണെന്നും പഠിത്തൊക്കെ നന്നായി നടക്കുന്നെന്നും പറഞ്ഞു. അതൊക്കെ വേണ്ടതുപോലെ ഞാൻ പറഞ്ഞോളാം. ബസ്സിൽ കയറാനൊക്കെ പഠിച്ചല്ലോ. ബസ്സിൽ പോയാ മതി. രാത്രി കതകും ജനലും അകത്തുനിന്ന് അടച്ചു പൂട്ടിക്കൊള്ളും. തിങ്കളാഴ്ച രാവിലെ ഞാനെത്തും.